എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഗ്രാമത്തിലെ ഒരു പുതിയ ഡിഷ് ട്രൈ ചെയ്യാൻ പോവാണ്. ദിനോസർ കുഴിമന്തി. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഇത് മാസായിരിക്കും. അപ്പം മച്ചാന്മാരെ, ഈ ദിനോസർ കുട്ടപ്പനെ വെച്ച് കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അതും ഞമ്മക്ക് പാലക്കാടൻ സ്റ്റൈലിൽ കിടിലനായി ഉണ്ടാവാം. ഇതിനെ മെരുക്കിയെടുക്കാൻ കുറച്ച് പാടാട്ടോ. ആളെ കണ്ട് പേടിക്കൊന്നും വേണ്ട, ആളൊരു പാവവാസല്ലേ, ആ ഉയരം തന്നെ ഉള്ളൂ അല്ലേ, ഇവനൊന്നും ചെയ്യില്ല. ആദ്യം ഇതിനെ കൊല്ലണം. ദിനോസറിനെ കൊല്ലാൻ മനുഷ്യന്മാരെ കൊണ്ട് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു വലിയ ദിനോസറിനെ കൊണ്ട് തമ്മിലടിപ്പിച്ചാണ് ഇതിനെ കൊല്ലുന്നത്. കണ്ടില്ലേ ആ ദൃശ്യം? അങ്ങനെ തല്ലൊക്കെ കഴിഞ്ഞ് ഇതാ ഒരു ദിനോസർ ചത്ത് കിടക്കുന്നു. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ വേർപെടുത്തി ഇറച്ചിയൊക്കെ മാറ്റണം. അങ്ങനെ ദിനോസറിനെ അറുത്ത് ഇറച്ചിയൊക്കെ ലോറി കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ. അതേസമയം അപ്പുറത്ത് നല്ല മസാല മിക്സ് ഉണ്ടാക്കുകയാണ്. കിടിലൻ. അങ്ങനെ ഇറച്ചിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടി, മസാല തേക്കലല്ലേ. അത് കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ മസാല ഇടാൻ കേന്ദ്രത്തിൽ നിന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് മസാല ഇടുന്നത്. താഴെയൊന്നും നിൽക്കാൻ കഴിയില്ല കേട്ടോ, കുരച്ച് ചാവും. ഇവിടെ നോക്കൂ, മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇതിനെ മുഴുവനായി മന്തിക്കിണറിലേക്ക് എടുക്കാൻ ഇത്ര മെഷീൻ വേണം കേട്ടോ. കൈ കൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കണ്ടില്ലേ മന്തിക്കിണറൊക്കെ റെഡി ആവുകയാണ്. ഇത് വലിയ കിണറാണ് കേട്ടോ, സാധാ മന്തിക്കുഴിയല്ല, ഒരു ദിനോസർ മന്തിയാട്ടോ. താഴേന്ന് ചൂട് ഇറച്ചി കയറുന്നുണ്ട്. നോക്കി നോക്കി, ഇതാ മസാല തേച്ച ദിനോസർ ഇറച്ചി കിണറിലേക്ക് ഇറക്കുന്നേ. മന്തിച്ചോറിന് മുകളിലായാണ് ദിനോസർ ഇറച്ചി വെക്കുന്നത്. ഇപ്പോൾ ഒരു വായും ഉള്ളിലേക്ക് കടക്കാത്ത പോലെ കുഴി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടുത്തെ ആളുകളോട് അഭിപ്രായം ചോദിച്ചാലോ? നമുക്ക് ഇവിടുത്തെ കുറച്ച് ആളുകളോടൊന്ന് സംസാരിക്കാം. എങ്ങനെയുണ്ട് മക്കളെ, ഇത്ര വലിയ മന്തി കണ്ടിട്ട് എന്താ ഫീല്? ഒന്നും ചിന്തിക്കാനാവാത്ത കാര്യമല്ലേ ഇത്? എക്സൈറ്റഡ് ആണോ? നിങ്ങൾ ഇതിനു മുമ്പ് ദിനോസർ കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ? എനിക്ക് 110 വയസ്സായി. ഞാൻ ഇനി കല്ലറയിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോഴാണ് എനിക്ക് ദിനോസർ കുഴിമന്തി കിട്ടുന്നത്. വളരെ രസകരമായ മറുപടികളാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇനി നമുക്ക് കുഴി തുറക്കാം. അങ്ങനെ ഇതാ കുഴി തുറക്കുന്നു. ചുട്ട് പൊളിയാണ്. ദിനോസർ മന്തി പാകമായി കഴിഞ്ഞിരിക്കുന്നു. ചോറ് കാണുന്നുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ദിനോസർ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലായിരിക്കും സർവ് ചെയ്യാം. ബാക്കിയുള്ള മന്തി ഞങ്ങൾ കേരളത്തിലെ റേഷൻ കട വഴി കിറ്റായി കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് സാധനം. അപ്പോൾ സുഹൃത്തുക്കളെ, വേറൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.